ഏതോ ഒരു പ്രതിഭ, ആ പ്രതിഭയോടൊപ്പം ഞാനും കൂടെ ഏതോ ഒരു ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഭ എന്ന സ്ത്രീ ഈ പോറ്റിക്കെതിരായിട്ട് SIT-യിൽ ഒരു പരാതി കൊടുത്തതെന്നാണ് പോറ്റിയുടെ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പോറ്റിയുടെ പരാതി വരുന്നതുവരെ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാകാതെ ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ഈ ചാനലുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷേ ആരാണ് ഈ പ്രതിഭയെന്ന് എത്ര തന്നെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഞാൻ ഇടപെട്ടതായിട്ട് ഞാൻ ഓർക്കുന്നതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് 2024 തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിഭ എന്ന വനിതയുമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളെല്ലാം വിളിച്ചു ചേർത്ത് എൻ്റെ മധ്യസ്ഥതയിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി എന്ന് പോറ്റി പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് പ്രതിഭ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ കുളത്തൂരിനടുത്ത് ആറ്റിൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള പ്രശാന്തിൻ്റെ അമ്മാവൻ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുൻ കൗൺസിലറൊക്കെ ആയിട്ടുള്ള രാജൻ താമസിക്കുന്ന വീട്ടിനടുത്ത് ഒരു സ്കൂൾ നടത്തിയിരുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. 2024 പോട്ടെ, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5 വർഷം ഞാൻ മന്ത്രിയായിരുന്നു, ഇപ്പം 5 വർഷം MLA ആണ്. ഈ 10 വർഷത്തിനിടയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഞാൻ പോയിട്ടില്ല. തുമ്പ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടത് പുതിയ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഒത്തിരി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ സ്ഥലം MLA അവിടുത്തെ ശിലാഫലകം അൺവീൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ ചടങ്ങിൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഇല്ല. ഞാൻ ആരുടെയും ഒരു സാമ്പത്തിക വിഷയത്തിലും ഏർപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ചോദിച്ചു, 2024-ലോ 2023-ലോ ഇനി ഏതെങ്കിലും ഒരു കാലത്ത് സാമ്പത്തിക വിഷയവുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ അവിടെ വിളിച്ചിട്ടുണ്ടോ, ഞാൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊരു ഓർമ്മയില്ല. 2024-ൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. പിന്നെ പോറ്റി എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി, വാർത്ത ഇടുന്നതിന് വേണ്ടി ഒരു പെറ്റീഷൻ ചീഫിന് കൊടുത്തു, പോലീസ് ചീഫിന് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല.